Hello students. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഡേറ്റ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഒരു ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഒരു കോപ്പർ കേബിൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു സർവേ നടത്തി വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രമേ വളരെ കൃത്യതയോടുകൂടി വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. സൈറ്റ് വിസിറ്റും റൂട്ട് ഇൻസ്പെക്ഷനും നടത്തിയാണ് ഈ പ്ലാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷം മാത്രമേ വർക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. സൈറ്റ് വിസിറ്റും റൂട്ട് ഇൻസ്പെക്ഷനും എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. സൈറ്റ് വിസിറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് സൈറ്റ് വിസിറ്റ്. ഇൻസ്റ്റലേഷൻ നടത്തുന്നതിനുള്ള സൈറ്റ് കണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാനും അതുപോലെ കേബിൾ ലേ ചെയ്യേണ്ട റൂട്ടിനെ കുറിച്ചുമൊക്കെയുള്ള ഏകദേശ ധാരണ ലഭിക്കുന്നതിനും സൈറ്റ് വിസിറ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. വളരെ കൃത്യമായി സൈറ്റ് വിസിറ്റ് നടത്തുകയാണെങ്കിൽ ഇൻസ്റ്റലേഷന് വേണ്ടി ഒരു ബെസ്റ്റ് പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നു. വളരെ എഫക്റ്റീവായി സൈറ്റ് വിസിറ്റ് നടത്തിയാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് വർക്ക് കൃത്യമായി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കൺസ്ട്രക്ഷണൽ ചലഞ്ചസ് നേരത്തെ തന്നെ മനസ്സിലാക്കുവാനും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നു. സൈറ്റ് വിസിറ്റ് നടത്തി കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നതിന് വേണ്ട ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് വളരെ കൃത്യമായി തയ്യാറാക്കാൻ സാധിക്കുന്നു. എക്യുപ്മെൻറ്റ് ലൊക്കേഷനും കേബിൾ റൂട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് സൈറ്റ് വിസിറ്റ്. ബെറ്റർ മാപ്പിംഗ്. അതായത് സൈറ്റ് വിസിറ്റ് നടത്തി ഇൻസ്റ്റലേഷൻ പ്രോസസ് സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നതിനാൽ വർക്ക് നടക്കുമ്പോൾ ഈ പ്ലാൻ നേരെ മാപ്പ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ പോയിന്റ്, നോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് തയ്യാറാക്കിയ പ്ലാനിൽ വേണ്ട മാറ്റങ്ങൾ നേരത്തെ തന്നെ വരുത്തുവാൻ സാധിക്കുന്നു. ഇവിടെ പ്രോപ്പർ പ്ലാനിംഗ് നടത്തി വരാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളും മുൻകൂട്ടി കാണുന്നതിനാൽ റീവർക്കിന്റെയോ അഡീഷണൽ വർക്കിന്റെയോ സാധ്യതകൾ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ മണി സേവ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും സാധിക്കുന്നു. ഡിഫറെന്റ് സൈറ്റ് കണ്ടീഷൻസ്. പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാൻഡ് ഫോമിനനുസരിച്ച് കേബിൾ ഇൻസ്റ്റലേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന കേബിളിനും കേബിൾ ലേയിങ് പ്രോസസ്സിനും അതുപോലെ ഉപയോഗിക്കുന്ന മെഷീനറീസിനുമെല്ലാം മാറ്റം വരുത്തേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ സൈറ്റിന്റെ കണ്ടീഷൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. റൂട്ട് ഇൻസ്പെക്ഷൻ. സൈറ്റ് വിസിറ്റ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പാണ് റൂട്ട് ഇൻസ്പെക്ഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്ന പാത്തിന്റെ ഒരു സർവേയാണ് റൂട്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇതുവഴി കേബിൾ റൂട്ടിംഗ് എങ്ങനെയാണെന്നും ടെർമിനേഷൻ പോയിന്റ്, ജോയിന്റ്സ് ഇവയുടെ ലൊക്കേഷൻ ഏതാണെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു റൂട്ട് ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ ഒരു റൂട്ട് പ്ലാൻ തയ്യാറാക്കുന്നു. അടുത്തത് റൂട്ട് ഇൻസ്പെക്ഷന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടു ഇൻസ്പെക്ട് ദി ആക്ച്വൽ പാത്ത് ടു ബി ഫോളോഡ് ബൈ ദി കേബിൾ. അതായത് കേബിളിന്റെ ആക്ച്വൽ പാത്ത് ഇൻസ്പെക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ടു ഐഡന്റിഫൈ ദി ലൊക്കേഷൻ ഫോർ കേബിൾ റൂട്ടിംഗ്, ടെർമിനേഷൻ പോയിന്റ്സ്, ജോയിന്റ്സ് എക്സെട്ര. കേബിൾ റൂട്ടിംഗ് എങ്ങനെയാണെന്നും അതുപോലെ ടെർമിനേഷൻ പോയിന്റ്, ജോയിന്റ് ഇതെല്ലാം എവിടെയാണ് കൊടുക്കേണ്ടതെന്നും നേരത്തെ തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നു. ടു ഐഡന്റിഫൈ ദ സ്മോൾ ഹേർഡിൽസ് വെൽ ഇൻ അഡ്വാൻസ്. അതായത് വാട്ടർ പൈപ്പ് ലൈനോ LPG പൈപ്പ് ലൈനോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്തിൽ തടസ്സമായി വരുന്നുണ്ടോ എന്നറിയാൻ സഹായിക്കുന്നു. ടു കണ്ടക്ട് ദി ഇൻസ്പെക്ഷൻ ഓഫ് ലാൻഡ് സർഫസ്. ലാൻഡ് സർഫസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ടു നോ ദി റിക്വയർമെന്റ് ഓഫ് കോൺട്യൂർ ടൈപ്പ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബിങ്ങിനാണ് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. കോൺഡ്യൂട്ട് ടൈപ്പ് ഏതാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ, ടു ലൊക്കേറ്റ് ദ നിയർ ബൈ റിസോഴ്സ് ഫോർ റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റോ മെറ്റീരിയൽ സൈറ്റിനോട് ചേർന്ന് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
റൂട്ട് ഇൻസ്പെക്ഷൻ സ്റ്റെപ്സ്. റൂട്ട് ഇൻസ്പെക്ഷന് 3 സ്റ്റെപ്പുകളുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ റൂട്ട് പ്ലാൻ. സ്റ്റെപ്പ് 2 വെരിഫൈ ദ പ്ലാൻ ത്രൂ എ റൂട്ട് വാക്ക്. സ്റ്റെപ്പ് 3 ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. റൂട്ട് ഇൻസ്പെക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്റ്റെയിൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ റൂട്ട് പ്ലാൻ. സൈറ്റ് വിസിറ്റ് നടത്തിയപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്നതിനുള്ള റൂട്ട് ഐഡന്റിഫൈ ചെയ്തു. ആ റൂട്ടിന്റെ ഒരു ലേഔട്ട് തയ്യാറാക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടത്തേണ്ടത്. ഇത് കൂടാതെ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. റൂട്ട് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ലൊക്കേഷൻ. കേബിൾ റൂട്ടിലെ ബിൽഡിംഗ്സും കോംപ്ലക്സും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇവർക്കുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തണം. അതുപോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുത്തണം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ റൂട്ടിലൂടെ വേറെ ഏതെങ്കിലും യൂട്ടിലിറ്റീസ്, അതായത് ടെലിഫോൺ കേബിള്, ഇലക്ട്രിക്കൽ കേബിള്, ഗ്യാസ് പൈപ്പ് ഇതൊന്നുമില്ല എന്ന് ഉറപ്പാക്കണം. റൂട്ടിൽ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസും അതുപോലെ ഹെൽത്തിന് അപകടമാകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കുക. റൂട്ട് ഇൻസ്പെക്ഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെരിഫൈ ദ പ്ലാൻ ത്രൂ എ റൂട്ട് വാക്ക്. റൂട്ട് വാക്ക് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി സർവേ ആണ്. തയ്യാറാക്കി വച്ചിരിക്കുന്ന റൂട്ട് പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൂട്ട് വാക്ക് നടത്തുന്നത്. നല്ല രീതിയിൽ പ്ലാനിംഗ് നടത്തിയാൽ വരാനിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും മുൻകൂട്ടി മനസ്സിലാക്കുവാനും അത് ഒഴിവാക്കുവാനും സാധിക്കുന്നു. റൂട്ട് വാക്ക് നടത്തിയതിന് ശേഷം പ്ലാനിംഗ് ടീം കേബിൾ ഇൻസ്റ്റലേഷന്റെ ഒരു റിട്ടേൺ പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലെങ്ത്, ടൈപ്പ് ഓഫ് കേബിൾ, നമ്പർ ഓഫ് സ്പ്ലൈസിംഗ് പോയിന്റ്, ടെക്നിക്കൽ ഡേറ്റ ഷീറ്റ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഇൻസ്റ്റലേഷൻ ഗൈഡ്ലൈൻസ്, problems associated in the total area to be covered, safety measures to be incorporated, total budget. റൂട്ട് വാക്ക് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്റ്റലേഷൻ വർക്ക് ആരംഭിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്പേസ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് സർഫസ് എങ്ങനെയാണെന്നും ചെക്ക് ചെയ്യുക. ഗ്യാസ് പൈപ്പിനും വാട്ടർ പൈപ്പിനും അടുത്തുകൂടെ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. കൃഷിസ്ഥലത്തിനടുത്തൂടെ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. സ്ഥിരമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. കെമിക്കൽസ് കേബിളുമായി റിയാക്ട് ചെയ്ത് ഡാമേജ് ആകാൻ സാധ്യതയുള്ളതിനാൽ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒഴിവാക്കണം. വലിയ പാറക്കൂട്ടങ്ങളും തിക്ക് ഫോറസ്റ്റുകളും ഒഴിവാക്കണം. ഇവിടെ വർക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കേബിളിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ സോയിലിന്റെ കോമ്പോസിഷൻ നോക്കി ഫൈബറിന് വേണ്ട പ്രൊട്ടക്ഷൻ എടുക്കണം. റൂട്ട് വാക്ക് നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ കൺസ്ട്രക്ഷൻസും ലാൻഡ് ഡെവലപ്മെന്റ്സും ഫൈബർ റൂട്ടിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം റൂട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുപോലെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏതാണെന്നും എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾസ് ആവശ്യമായിട്ടുണ്ടോ എന്നും സ്പ്ലൈസിംഗ് ലൊക്കേഷൻ എവിടെയാണ് എന്നും ചെക്ക് ചെയ്യണം. സ്റ്റോറേജ് ഏരിയ എവിടെയാണെന്നും അതിന് പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. AC പവർ ഏരിയയ്ക്ക് അടുത്തുകൂടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്നത് ഒഴിവാക്കണം. റൂട്ട് വാക്ക് നടത്തിയതിനു ശേഷം പ്ലാനിംഗ് ടീം ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു. ഈ സ്കെച്ചിന് പറയുന്ന പേരാണ് റൂട്ട് വാക്ക് സ്കെച്ച്. ഒരു റൂട്ട് വാക്ക് സ്കെച്ചാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. റൂട്ട് ഇൻസ്പെക്ഷന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. സൈറ്റിനെ ഇൻസ്റ്റലേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താനുള്ള സ്റ്റേജാണ്. ഈ ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്ക് പെർമിഷൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ആവശ്യമെങ്കിൽ അത് വാങ്ങണം. റിവൈസ് റൂട്ട്, സ്പ്ലൈസ് ലൊക്കേഷൻ, സ്റ്റോറേജ് ലൊക്കേഷൻ. റൂട്ടിനോ സ്പ്ലൈസിംഗ് ലൊക്കേഷനോ സ്റ്റോറേജ് ലൊക്കേഷനോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തണം. അറേഞ്ച് സ്പെഷ്യൽ ടൂൾസ്. വർക്ക് നടത്താൻ സ്പെഷ്യൽ ടൂൾസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. റിമൂവ് ഒബ്സ്ട്രക്ഷൻ. കേബിൾ പാത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യുക. പ്രിവെന്റ് ഒപ്റ്റിക്കൽ കേബിൾസ് ഫ്രം ഡയറക്റ്റ് സ്ട്രെസ്. ഒപ്റ്റിക്കൽ ഫൈബർ ഇൻസ്റ്റലേഷൻ സമയത്ത് കേബിളിൽ സ്ട്രെസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഡിറ്റർമിൻ ലൊക്കേഷൻ ഓഫ് കേബിൾ റീൽസ്. ഇൻസ്റ്റലേഷൻ നടക്കുമ്പോൾ കേബിൾ റീൽസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ഇൻസ്പെക്ഷൻ. റൂട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ വർക്ക് പ്ലാൻ തയ്യാറാക്കുന്നു. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേബിൾ ഇൻസ്റ്റലേഷൻ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുൻകൂട്ടി കാണാനും ഇവ പരിഹരിക്കാനും സാധിക്കുന്നു. പ്ലാൻ ഈസ് വെരിഫൈഡ് വിത്ത് ദ ആക്ച്വൽ ഫിസിക്കൽ ലൊക്കേഷൻ.
പ്ലാൻ ചെയ്യുമ്പോൾ കേബിളിൻ്റെ മാനുഫാക്ചർ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പ്ലാനിങ്ങിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആക്സിഡൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റീവർക്കുകളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. റൂട്ട് ഇൻസ്പെക്ഷന് ശേഷം പ്ലാനിംഗ് ടീം ഒരു റൂട്ട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രോജക്റ്റ് നെയിം, അതുപോലെ ടീമിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, റൂട്ട് എവിടെ നിന്ന് എവിടെ വരെയുള്ള റൂട്ടാണ്, റൂട്ടിൻ്റെ ലെങ്ത് എത്രയാണ്, അതുപോലെ ഇൻസ്റ്റലേഷൻ നടത്താനുള്ള ഗ്രൗണ്ടിൻ്റെ സോയിൽ ടൈപ്പ് ഏതാണ്, ഏരിയ എങ്ങനെയുള്ളതാണ്, ഡിഫൻസ് ഏരിയ ആണോ, റെയിൽവേ ട്രാക്ക്, റോഡ്, റിവർ, ഫോറസ്റ്റ്, മൗണ്ടൻ, ബിൽഡിംഗ്, ഇതിലേത് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ കറക്റ്റ് ലാൻഡ്മാർക്ക്, റൂട്ടിൽ എത്ര ബെൻഡ് വരുന്നുണ്ട്, അതുപോലെ എത്ര പാലങ്ങൾ വരുന്നുണ്ട്, വെയർഹൗസ് ലൊക്കേഷൻ ഏതാണ്, ടൈപ്പ് ഓഫ് ഡിഗിങ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്പ്ലൈസ് ജോയിൻസ് എത്ര ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ലെങ്ത് എത്രയാണ്, ടൈപ്പ് ഓഫ് ഡക്റ്റിംഗ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര മാൻ പവർ ആവശ്യമുണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സൈറ്റ്. വളരെ ശ്രദ്ധയോടെ വേണം ഒപ്റ്റിക്കൽ ഫൈബർ ഹാൻഡിൽ ചെയ്യാൻ. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മിനിമം അവയർനെസ് അത്യാവശ്യമാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈബർ പാർട്ടിക്കിൾസ് അകത്ത് പോകാൻ സാധ്യതയുള്ളതിനാൽ വർക്ക് ഏരിയയിൽ നിന്ന് മാറി നിന്ന് വേണം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ. കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സേഫ്റ്റി ഗ്ലാസസ് ഉപയോഗിക്കണം. ഡ്രസ്സിൽ ഫൈബർ പീസസ് ഇരുന്നാൽ ഫുഡ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ അത് അകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഏപ്രൺ ഉപയോഗിക്കാം. ഫൈബറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഫൈബറിന്റെ എൻസിൽ നോക്കാൻ പാടില്ല. ഫൈബറിൽ വർക്ക് നടക്കുമ്പോൾ കൈകൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കണം. വർക്ക് നടക്കുമ്പോൾ ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ നല്ല വെന്റിലേഷൻ ഉള്ളിടത്തിരുന്ന് വർക്ക് ചെയ്യണം. ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് സ്പ്ലൈസിംഗ് എക്യുപ്മെന്റിന്റെ അടുത്തുനിന്ന് മാറ്റിവെക്കണം. ഫൈബർ ഒപ്റ്റിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കൈ കണ്ണിൽ തൊടരുത്. വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്രാപ്സ് പ്രോപ്പറായി റിമൂവ് ചെയ്യണം. ഒരു ഡിസ്പോസൽ കണ്ടെയ്നർ വെച്ച് അതിലിട്ടാൽ മതിയാവും. വർക്ക് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത ഏരിയ ഉടനെ തന്നെ ക്ലീൻ ചെയ്യണം. വേരിയസ് പാരാമീറ്റേഴ്സ് ടു ഇൻസ്പെക്ട് ദി സൈറ്റ്. ഇൻസ്റ്റലേഷൻ വർക്ക് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണം. ബിഫോർ സ്റ്റാർട്ടിംഗ് ഓൾ ഡക്ട്സ് ഷുഡ് ബി കെയർഫുള്ളി ഇൻസ്പെക്ടഡ് ആൻഡ് ചെക്ക്. ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫൈബർ ഇടാനുള്ള ഡക്റ്റുകൾ ക്ലീൻ ആണ് എന്ന് ഉറപ്പാക്കുക. ഹാൻഡിൽ ദ കേബിൾ ആസ് പെർ ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രം കേബിൾ ഹാൻഡിൽ ചെയ്യുക, അല്ലായെങ്കിൽ കേബിൾ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. എൻഷുർ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി ഫൈബർ കേബിൾ ടു ബി ഇൻസ്റ്റാൾഡ് സഫീഷ്യൻ്റ്ലി ലോങ് ബിഫോർ കട്ടിംഗ് ഓഫ് എക്സസ് കേബിൾ. കേബിൾ കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ തന്നെ ആവശ്യത്തിന് നീളം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. Before entering any manhole, test its atmosphere with an approved test kit for flammable and poisonous gases. ഒരു മാൻഹോളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനുള്ളിൽ ഫ്ലെയിമബിളോ പോയ്സണസോ ആയിട്ടുള്ള ഗ്യാസസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം. അവോയ്ഡ് യൂസേജ് ഓഫ് എനി ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ സ്പാർക്ക് ഓർ ഫ്ലെയിം ഇൻ ഓർ നിയർ എ മാൻഹോൾ. മാൻഹോളിനടുത്ത് സ്പാർക്ക് ഉണ്ടാകുന്ന ഡിവൈസസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. Setting up warning signs, barricades, manhole guard and cones to minimize the risk of an accident in work area. വർക്ക് നടക്കുന്ന ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പോലെ വാർണിംഗ് സൈനുകളും ബാരിക്കേഡ്സും മാൻഹോൾ ഗാർഡും കോൺസും എല്ലാം ഉപയോഗിക്കുക. അതുവഴി റിസ്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. എൻഷുർ ദാറ്റ് ദ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഫോർ കേബിൾ ഇൻസ്റ്റലേഷൻ ആർ ഇൻ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ. കേബിൾ ഇൻസ്റ്റലേഷൻ ഉപയോഗിക്കുന്ന ടൂൾസും എക്യുപ്മെന്റ്സും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതാണ് എന്ന് ഉറപ്പാക്കുക. അപ്രൂവ്ഡ് പേഴ്സണൽ സേഫ്റ്റി എക്യുപ്മെന്റ്സ് സച്ച് ആസ് ഹാർഡ് ഹാറ്റ്സ്, safety shoes, safety glasses and gloves shall be used for all outside plant construction activities. Approved ആയിട്ടുള്ള പേഴ്സണൽ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക.